ഹു ആർ യു? വാട്ട് യു വാണ്ട്? രാമേന്ദ്രൻ നായർക്ക് എന്നെ മനസ്സിലായില്ലേ? അയ്യോ, പ്രൊഫസർ ഉദയവർമ്മ തമ്പുരാനല്ലേ? വരൂ 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 വരൂ. ഉദയനെ ഞാൻ അവസാനമായി കണ്ടിട്ട് എത്ര വർഷമായി ഓർമ്മയുണ്ടോ? ഏറെയായി. ഏറെ എന്ന് വെച്ചാൽ 34 ബ്രിട്ടീഷ് വർഷമായി. ഇരിക്കൂ. കാപ്പി ഉണ്ടാക്കാനും സൽക്കരിക്കാനും ഒന്നും ഇപ്പൊ ഇവിടെ ആരുമില്ല. അവള് പോയില്ലേ, ഞാൻ ഒറ്റയ്ക്കായി. ഭാര്യ മരിച്ചിട്ട് ഇപ്പൊ എത്ര വർഷമായി? 20 years. വലിയ ഷോക്കായി പോയില്ലേ എനിക്ക്. ഡെഡ് ബോഡി എടുക്കാൻ ഞാൻ സമ്മതിച്ചില്ല അത്രേ. അവൾ ഉറങ്ങില്ലേ, എന്തിനാ ഉണർത്തണേ? 3 ദിവസം ഞാൻ അവളുടെ കൂടെ കിടന്നുറങ്ങി. ഒടുവിൽ ബലാത്കാരമായി എന്നെ ഇഞ്ചക്ട് ചെയ്ത് കിടത്തി ഉറക്കിയതിന് ശേഷമാണ് അവളെ ദഹിപ്പിച്ചത്. അന്ന് തുടങ്ങിയതാ എന്റെ ഈ മെന്റൽ ഡിസീസ്. രാത്രി ഉറക്കമേ ഇല്ല. രാത്രി ആരോ ഒക്കെ എന്നെ പിടിച്ച് കെട്ടാൻ പോണ മാതിരിയൊക്കെ തോന്നും. ആ സമയത്ത് ഞാൻ ഇതിങ്ങോട്ട് എടുക്കും. ഫുൾ ഓടണ്ട. ഇതൊക്കെ ആണെങ്കിലും അല്പനേരം ഒന്ന് സംസാരിച്ചാൽ എന്റെ അസുഖങ്ങളൊക്കെ മാറും. ഇപ്പൊ തന്നെ എന്റെ സംസാര രീതിയിൽ ഒരു മാറ്റം തോന്നുന്നില്ലേ? മാറ്റമുണ്ട്, നല്ല മാറ്റമുണ്ട്. ഇവൻ എന്റെ മകനാ, രാധു. അതിന് ഉദയം കല്യാണം കഴിച്ചിട്ടില്ല, പിന്നെ എങ്ങനെയാ? ഇല്ല, കോളേജിൽ നിന്ന് റിട്ടയർഡ് ആയതിനു ശേഷം വല്ലാത്തൊരു ഏകാന്തത. അങ്ങനെ ഇവനെ ദത്തെടുക്കുന്നത്. അന്ന് ഇവന് 5 വയസ്സ്. ഇപ്പോ എന്റെ എല്ലാം ഇവൻ തന്നെ. ഇവനിപ്പോ എന്ത് ചെയ്യുന്നു? ഇവനെ ഞാനിപ്പോ ഇവിടെ ബിസിനസ് മാനേജ്മെന്റിനും കമ്പ്യൂട്ടർ കോഴ്സിനും ഒക്കെ ചേർത്തു. ഹോട്ടലിലോ ഹോസ്റ്റലിലോ നിർത്താൻ എനിക്ക് മനസ്സ് വരുന്നില്ല. അപ്പോഴാ ഓർത്തത്, രാമേന്ദ്രന്റെ ഇവിടെ ഉണ്ടല്ലോ, ഒറ്റയ്ക്കാണല്ലോ താമസം, ഇവനെ കൂടെ ഒന്ന് കൂട്ടിക്കൊള്ളാമെന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ. ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഞാനിവിടെ ഒരു കൂട്ടുകാരന്റെ കൂടെ. ഉദയനും ഞാനും 5 കൊല്ലം ഒരു ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചവരാ. ഉദയന്റെ മോൻ എന്റെയും മോനാ. നീ ഇവിടെ താമസിക്കും, ഇവിടെ തന്നെ താമസിക്കും. അപ്പോ നാളെ തന്നെ പെട്ടി മറ്റുമായിട്ട് അവനെ ഇങ്ങോട്ട് അയച്ചോട്ടെ. പിന്നെന്താ? വാരാതു, സമയം കളയണ്ട, പോകാം. ശരി, വരട്ടെ. ആ, അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി, ഗുഡ് ബോയ്. അച്ഛാ, അങ്ങേര് തന്നെ പറയുന്നു അങ്ങേർക്ക് വട്ടാണെന്ന്. പിന്നെ ഞാൻ എങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക്? അതിനെന്താ, അസുഖമുള്ളവരെ അകറ്റുകയല്ല, അടുപ്പിക്കുകയാണ് വേണ്ടത്. സ്വയം അറിയുന്നവനാണ് ഉത്തമ മനുഷ്യൻ. രാമേന്ദ്രൻ അവനെ കുറിച്ച് നന്നായി അറിഞ്ഞിരിക്കുന്നു. നിന്നെ സുരക്ഷിതമായ കൈകളിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് എന്റെ ആശ്വാസം. വാ. ഞങ്ങളിവിടെ ഇരുന്നോട്ടെ ഇത്തിരി നേരം? ഇരുന്നോ. വാ. എന്തെങ്കിലും വർത്തമാനം പറയോ ഞങ്ങളോട്? ഒരുപാട് അടുപ്പമുള്ളവരെ പോലെ നമുക്കെന്തെങ്കിലും സംസാരിക്കാം. എന്തെങ്കിലും പറ. ഹലോ. 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 എൻ്റെ പേര് മിനി, ഇതെന്റെ ഫ്രണ്ട് ശ്യാമ. ഹലോ. 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 ഞങ്ങൾ രണ്ടുപേരും സെന്റ് പോൾസിൽ ഫൈനൽ ബികോമിന് പഠിക്കുക. ഹലോ. ഹലോ. അവന്മാരെ വിശ്വസിക്കരുത്, അവര് രണ്ടുപേരും കള്ളന്മാരാ. അതിലാ താടി വെച്ചവനാണ് ഭയങ്കര കള്ളൻ.
തോന്നരുത് കേട്ടോ. ഒരു അക്കിടി പെട്ടുപോയി. സത്യത്തിൽ രക്ഷിച്ചത് നിങ്ങളാ. ഈ ശ്യാമ ഇളക്കിയിട്ടാ വീട്ടുകാരറിയാതെ ഒരു മാറ്റി ഷോയ്ക്ക് പോയത്. ആ കാറിൽ വന്നവരില്ലേ, അവർ ഞങ്ങളുടെ പുറകിൽ വന്നിരുന്നു. എന്തൊരു ശല്യമായിരുന്നു. തൊടലും പിടിക്കലും വർത്തമാനം പറയാൻ വരലും. ഒടുവിൽ ഞങ്ങൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. അപ്പൊ അവരും പിന്നാലെ വന്നിട്ട് വാ കാറി കയറി കൊണ്ടുവിടാം, അല്ലെങ്കിൽ പിടിച്ചു കയറ്റും എന്നൊക്കെ പറഞ്ഞു. പേടിച്ച് ഞങ്ങൾ വേറെ വഴി തിരിഞ്ഞ് ഇവിടെ കയറിയപ്പോ ഒരു ബുദ്ധി തോന്നിയാ നിങ്ങളുടെ അടുത്ത് വന്നേ. ആൺകൂട്ടുണ്ടെന്ന് അറിയുമ്പോ അവർ പൊയ്ക്കോളെന്ന് വിചാരിച്ചു. അതുകൊണ്ടാ വർത്താനം പറയാനൊക്കെ പറഞ്ഞത്. ഒന്നും തോന്നരുത്, ഞങ്ങൾ പോവാ. അയ്യോ നിക്ക്, പോകാൻ വരട്ടെ. അവന്മാർ ഇനിയും വരും. റോട്ടി കൂടി പെമ്പിള്ളാരെ നടക്കാൻ സമ്മതിക്കാത്ത നാടുകള്. നമുക്ക് രണ്ടെണ്ണം കൊടുത്തിട്ട് വരടാ. വേണ്ടടാ, അവന്മാരൊന്നും ഇനി വഴിക്ക് വരില്ല. വന്ന അപ്പൊ നോക്കാം. നിങ്ങൾക്ക് എങ്ങോട്ടാ പോണ്ടത്? ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ പോയി അവിടുന്ന് ബസ്സിലാ പോന്നെ. വാ, ഞങ്ങൾ കൊണ്ടുവിട്ടു. വേണ്ട, ഞങ്ങൾ പൊയ്ക്കോളാം. അവന്മാർക്കിട്ട് 5-6 കൊടുത്തിട്ട് വരടാ. എന്നാ നീ പോയി കൊടുത്തിട്ട് വാ, ഞാൻ ഇവരെ കൊണ്ടുവിട്ടിട്ട് വരാം. അയ്യോ വേണ്ട, നിങ്ങൾ കൂടെ വരണ്ട, ഞങ്ങൾ പൊയ്ക്കോളാം. താങ്ക്സ്. നീ എന്താണ് പറഞ്ഞത്? ഞാൻ ഒറ്റക്ക് പോയിട്ട് അവന്മാർക്ക് ഇട്ടിരിക്കാനാ? പിന്നെ അല്ലാതെ നിനക്ക് എന്താ സൂക്കട്? വല്ലോടത്തും കിടക്കുന്ന പെമ്പിള്ളേർക്ക് വേണ്ടി പോയി ഇടി വാങ്ങിക്കാൻ. വല്ലോടത്തും കിടക്കുന്നതല്ല. ഞാൻ പറഞ്ഞില്ലേ, പേരും നാടും വീടും ഒന്നും അറിയാത്ത എന്റെ പെണ്ണിനെ കുറിച്ച്. അവളാ അത്, മിനി. ഏത് ലവ്വോ? എന്നിട്ടാണോ നീ അതിനെ വെറുതെ വിട്ടത്? വന്നു കയറിയ ഭാഗ്യത്തിന് കൈവിട്ട് കളയരുത്. നിനക്ക് മുട്ടണോ അവളെ? ബൈക്ക്. ഹലോ, പേടിക്കണ്ട, എസ്കോട്ടാ. വേണ്ട, ഞങ്ങൾ പൊയ്ക്കോളാം. സാരമില്ലെന്നേ. ഡോണ്ട് വറി, സയൻസ്. എവിടെ വിളിക്കുന്നു? എങ്ങോട്ടാ എല്ലാരും കൂടെ? ഇത്രയങ്ങ് അകമ്പടി സേവിക്കാൻ ഇവരാരാ നിങ്ങടെ? പറയണ, ഇവരാരാന്ന്? അവന്റെ പെങ്ങളാ ഇത്. നീല ആണോടാ? എന്താ പെങ്ങടെ പേര്? ശ്യാമള. എന്താ നിന്റെ പേര്? കോമളൻ. ഓഹോ, അപ്പൊ ഇതാരാ? ഇത് അവന്റെ പെങ്ങളാ. ആങ്ങള അല്ല, ഇത് പെങ്ങളാ. സിസ്റ്റർ. നേരാണോടാ? എന്താ പെങ്ങടെ പേര്? തങ്കമ്മ. ഓഹോ, എന്താ നിന്റെ പേര്? തങ്കപ്പൻ. ആ, സാറെന്താ ഒന്നും മിണ്ടാത്തത്? സാറിന്റെ ആരാ ഇവള്? പറയടാ, പറയാൻ. ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ. നേരാണോടി? ആരാടി ഇവൻ? എനിക്കറിയില്ല. ഇവൻ ആരാടി? അറിയില്ല. ഇവൻ ആരാ? എനിക്കറിയില്ല. ഈ ഞാൻ ആരാ? എന്റെ ഇച്ചായൻ. അപ്പൊ നീ എന്താടാ പറഞ്ഞത്? ഐ എം സോറി. ഞാൻ എടി, എന്താണ് ഇത്? അടിച്ചത് എന്ത് പ്രാന്ത അയ്യോ നീ കാണിക്കുന്നത്? ഇവിടെ എന്താ കാണിച്ചത് നമ്മ ചോദിച്ചോ? ഇന്ന് ഉച്ച മുതൽ വൈകുന്നേരം വരെ എവിടെയായിരുന്നു നമ്മ ചോദിച്ചോ? ആരോട് ചോദിച്ചിട്ട് മാറ്റിക്ക് പോയത്? തക്ക സമയത്ത് ഞാൻ ചെന്നിലായിരുന്നെങ്കിൽ അവന്മാരോട് പോയനെ ബൈക്കിന് അടിച്ചതിന്റെ ഷേപ്പ്. ഒന്നും പറയണ്ട. അവളെല്ലാം എന്നോട് പറഞ്ഞതാ. അവളുടെ പിന്നാലെ വന്ന അവൾ എന്ത് ചെയ്യാനാ? അമ്മച്ചിയോട് എന്നോട് അവള് സത്യം ചെയ്താ. കേൾക്കണം, കേൾപ്പിച്ചു കൊടുക്കുമോളെ. വന്ന് കേക്കടാ. സത്യം ചെയ്യട്ടെ അമ്മച്ചി. ചെയ്തോ മോളെ, അങ്ങോട്ട് നോക്കടാ. കർത്താവാണ്, എന്റെ അമ്മച്ചിയാണ്, എന്റെ ഇച്ചായന്മാരാണ്. ഞാൻ വഴി പിഴച്ച് എങ്ങും പോവില്ല. സത്യം, സത്യം, സത്യം. മതി മതി മതി, മോള് വയ്ക്കോ, സാരമില്ല.
എന്നതാടാ അവിടെ കാഴ്ച കാണാൻ നിൽക്കുന്നത്? പോയി കളിക്കും പിള്ളേരെ. യോജെ അവന്മാരെ അഡ്രസ് എന്തിന് രണ്ട് കൊടുക്കാൻ അവന്മാർക്കിട്ടേ കൊടുത്തല്ലേ? അത് പോലീസിന്റെ ഇടി. നീ വർക്കിയുടെ കൂടെ കൊടുക്കാതെ വർക്കിക്ക് ഉറക്കം വരില്ല. അഡ്രസ് പറ. കാരക്കാട്ടെ കേണലിന്റെ വീട്ടിലെ താമസം. കൈയും കാലം നോടിക്കാൻ നിൽക്കരുത്.